ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ഹബ്സ്. നമ്മൾ ഇന്ന് ഈ ഡ്രാമയുടെ രണ്ടാമത്തെ പാർട്ടാണ് കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എനിക്ക് പറയാനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ മല്ലു ഡ്രാമ ചാനലിൽ ഞാൻ വീഡിയോ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് പലവർക്കും അറിയായിരിക്കും. സോ ആ ചാനല് ഇപ്പോ 3 സ്ട്രൈക്ക് വന്ന് ടെർമിനേറ്റ് ആവാനായിട്ട് പോകുവാണ്. 21-ാം തീയതി വരെയാണ് നമുക്ക് ടൈം കിട്ടിയിരിക്കുന്നത്. അതിനു മുമ്പ് നമ്മൾ സ്ട്രൈക്ക് നീക്കം ചെയ്തില്ലെങ്കിൽ നമ്മുടെ ചാനൽ അടിച്ചു പോകും. പക്ഷെ ആ ചാനൽ പോയെന്ന് വെച്ച് നമ്മൾ ചുമ്മാതിരിക്കുന്നില്ല. ഇറ്റ്സ് മീ MDL എന്ന് പറഞ്ഞ വേറൊരു ചാനൽ കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിലായിരിക്കും മല്ലു ഡ്രാമയിൽ ഓൺഗോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഫേസ്ലെസ് ലവിന്റെ ബാക്കിയുള്ള പാർട്ടുകളൊക്കെ ഇടാൻ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ മല്ലു ഡ്രാമ ലവറിന് കൊടുത്ത അതേ സപ്പോർട്ടും നിങ്ങൾ ആ ചാനലിനും കൂടി കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നു. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ ഉടനെ തന്നെ പോയി ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നാളെ തന്നെ പുതിയൊരു ഡ്രാമയായിട്ട് നമ്മൾ അതിൽ വരുന്നതായിരിക്കും. സോ സപ്പോർട്ട് ചെയ്ത് വെക്കുക. കൂടെ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി അനേബിൾ ചെയ്ത് വെച്ചേക്കുക. എന്നാലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. ഇപ്പോ നമുക്ക് നമ്മുടെ കഥയിലേക്ക് പോകാം. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ കണ്ടത് ഹീറോയിനെ അറിയാതെ കിസ് ചെയ്യുന്നതാണ്. അവളുടെ ദേഹത്ത് തൊട്ടാല് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് അറിയാലോ. സോ ഉടനെ ഹീറോയിൻ പേടിച്ച് അവനെ അടിക്കുവാണ്. ഇപ്പോ പിന്നെയും ഹീറോ റൂഡായിട്ട് മാറി. അവനുടനെ ഹീറോയിനെ നോക്കി, ഞാൻ എങ്ങനെ എവിടെ വന്നത്? നീയല്ലേ എന്നെ മയക്ക് കൊണ്ടുവന്നത്? സത്യം പറയടേ എന്ന് ചോദിച്ചാല് നീ പോട പ്രാന്ത എന്ന് പറഞ്ഞ് ഹീറോയിൻ അവിടെ നിന്ന് എഴുന്നേറ്റോടും. ഹീറോ വീട്ടിലേക്ക് വന്നതിന് ശേഷം ആലോചിക്കുവാണ്, എന്തോ തെറ്റായിട്ട് നടക്കുന്നുണ്ട്. അവൾ എന്റെ അടുത്ത് വന്നാല് എനിക്കെല്ലാം മാറിപ്പോകുവാണ്. അവൾ എന്തോ എന്നെ ചെയ്യുന്നുണ്ട്. ഇനി അവളെങ്ങാനും മന്ത്രവാദിനിയാണോ എന്നൊക്കെ അവൻ ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. ഉടനെ അവന്റെ മനസ്സില് നമ്മുടെ ഹീറോയിൻ ഒരു മന്ത്രവാദിനിയോട് പോലെ ഡ്രസ്സൊക്കെ ഇട്ട് വന്ന് ഒരു ആപ്പിൾ എടുത്തുകൊണ്ട് വന്നിട്ട് മയക്കാൻ നോക്കുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഉടനെ അവൻ പേടിച്ചു പോയി. ഇനി അവളുള്ള ഏരിയയിലേക്ക് ഞാൻ പോകില്ലെന്ന് പറഞ്ഞ് തീരുമാനിക്കുവാണ്. കട്ട് ചെയ്താലും നെക്സ്റ്റ് ഡേ കോളേജിലേക്കാണ് വരുന്നത്. ആക്ച്വലി നമ്മുടെ ഹീറോയിൻ എല്ലാവരും ഒരേ കോളേജിലാണ് പഠിക്കുന്നത്. ഹീറോയാണെങ്കിൽ ഹീറോയിന്റെ മുമ്പിൽ വന്ന് പെടല്ലേ എന്ന് വിചാരിച്ചിട്ട് ക്യാൻറ്റീനിൽ വന്ന് ഫുഡ് കഴിക്കാനിരുന്നാല് കറക്റ്റ് ആയിട്ട് ഹീറോയിൻ അവിടേക്ക് അവളുടെ ഫ്രണ്ടുമായിട്ട് വരുന്നുണ്ട്. ഇവളെ കണ്ടതും അവൻ ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെടുവാണ്. നോക്കിയാല് ഹീറോയിന്റെ കയ്യിൽ ഒരു ആപ്പിൾ വെച്ച് അവള് തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് അവൾ അവനെ മയക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നതെന്ന് കരുതിയാണ് എഴുന്നേറ്റ് ഓടിയത്. ഹീറോയിൻ ആണെങ്കിൽ ഒന്നും മനസ്സിലാകുന്നില്ല. ഇവൻ എന്താടോ മെന്റലാണോ എന്ന പോലെ അവള് കൺഫ്യൂസ്ഡ് ആയിട്ട് നോക്കുവാണ്. പക്ഷെ ഹീറോ അവളെ ഇനി കാണാനേ പാടില്ലെന്ന് പറഞ്ഞ് ആരുമില്ലാത്ത ഒരു റൂമിൽ വന്നിരിക്കുവാണ്. പക്ഷെ പെട്ടെന്ന് കുട്ടിച്ചാത്തനെ പോലെ ഹീറോയിൻ അവിടേക്ക് ഇവനെ തേടി വരുന്നുണ്ട്. ഹേയ്, ഞാൻ നിന്നോട് കാശ് ചോദിച്ച് ശല്യപ്പെടുത്തുമെന്ന് കരുതിയല്ലേ എന്നെ കണ്ട് നീ ഓടിയേ? പക്ഷേ ഇവിടെ നോക്ക്, ഈ ബുക്കിലുള്ള ലോ അനുസരിച്ച് ഞാൻ ചെയ്ത ജോലിക്ക് നീ റൈറ്റ് ആയ സാലറി തന്നില്ലെങ്കിൽ നിന്നെ പിടിച്ച് ജയിലിലിടാനുള്ള വകുപ്പുകളൊക്കെ ഇതിലുണ്ടെന്ന് പറഞ്ഞ് അവന് പേടിപ്പിക്കുവാണ്. ഹീറോ ആണെങ്കിൽ അവളെ കാണാത്ത പോലെ നിന്ന് ദൈവമേ കുട്ടിച്ചാത്തന്റെ കയ്യിൽ പെട്ടുവല്ലോ എന്ന് പറഞ്ഞ് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുവാണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് അവിടുത്തെ പവർ കട്ടാകുന്നുണ്ട്. മൊത്തം വളരെ കൂരിരുട്ടാകുന്നുണ്ട്. ഉടനെ ഹീറോയിന്റെ ഷർട്ടിന്റെ തുമ്പത്ത് കയറി പിടിച്ചിട്ട് എന്നെ തനിച്ചാക്കിയിട്ട് പോകല്ലേ എന്ന് പറയുവാണ്. നോക്കിയാല് നമ്മുടെ ഹീറോയ്ക്ക് ഇരുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. ഇത് കേട്ടത് ഹീറോയിൻ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങും. അത് ശരി, നിനക്കിരുട്ട് പേടിയാണല്ലേ? ഇത്ര പേടിത്തൊണ്ടനായിട്ട് ഇരുന്നിട്ടും നീ എന്നെയാണോ പേടിപ്പിക്കാൻ നോക്കിയേ? ശരി അതൊക്കെ വിട്. ഇതാ ഈ പെയിന്റ് ബ്രഷ് പിടിക്ക്, നമുക്ക് രണ്ടുപേർക്ക് ഒന്നിച്ച് പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേര് സേഫ് ആയിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹീറോയിന് ഒരു കോള് വരുന്നുണ്ട്. അത് കേട്ട ഉടനെ തന്നെ അവള് വെപ്രാളത്തില് ഹീറോയോട് നിന്റെ അടുത്ത് കാറുണ്ടോ എന്ന് ചോദിക്കുവാണ്. ഹീറോയും എന്തിനാ എന്നൊരു ഡൗട്ടോട് കൂടി ഹീറോയിനെ വിളിച്ചു കൊണ്ടുപോകുവാണ്. ഇപ്പോ അവര് വന്നുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് വയസ്സായ ഒരു മുത്തശ്ശി കാറിന്റെ മുമ്പിലേക്ക് ചാടി നിന്നിട്ട് അയ്യോ എന്നെ വണ്ടി ഇടിച്ചേ എന്ന് പറഞ്ഞിട്ട് അലറാനായിട്ട് തുടങ്ങുവാണ്. പെട്ടെന്ന് നമ്മുടെ ഹീറോയിനും പുറത്തേക്ക് ഓടി വന്ന് മുത്തശ്ശി നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിച്ച് എഴുന്നേൽപ്പിച്ചാല് മുത്തശ്ശി ഉടനെ കൈ തട്ടി മാറ്റി, എനിക്ക് പണം തന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകുകയില്ല, എനിക്ക് മര്യാദയ്ക്ക് പണം താ എന്ന് പറഞ്ഞ് പിന്നെയും അലറുവാണ്. ഇത് കണ്ട ഹീറോ ടെൻഷനായി ഇറങ്ങി വന്ന് അവന്റെ ഫോൺ ഓണാക്കി റെക്കോർഡ് ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. ഇത് കണ്ടോ, ഇങ്ങനെ നടുരാത്രി ഞങ്ങളുടെ കാറിന് മുമ്പിലേക്ക് ചാടി ക്യാഷ് ചോദിച്ച് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുവാണെന്ന് പറഞ്ഞിട്ട്. ഇത് കേട്ട ഉടനെ തന്നെ ഹീറോയിനും ഹേയ് മിണ്ടാതിരിക്കെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മുത്തശ്ശിയെ നോക്കി. മുത്തശ്ശി, നിങ്ങൾക്ക് എന്നെ ഓർമ്മയില്ലേ? ഞാനാണ് നിങ്ങളുടെ പേരക്കുട്ടിയാണ്, നിങ്ങൾ മറന്നുപോയോ എന്ന് ചോദിക്കുവാണ്. അപ്പോഴാണ് അവര് ഹീറോയിന്റെ മുത്തശ്ശിയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോ ഹീറോയിൻ പറഞ്ഞതുമാണ് മുത്തശ്ശിക്ക് തന്നെ ഓർമ്മ വരുന്നത്. അതെയല്ലേ, നീ എന്റെ പേരക്കുട്ടിയാണ്, നീ എവിടെയാ പോയത് മോളെ? നിന്നെ തേടിയാ ഞാൻ വന്നത്. നിന്റെ അമ്മയുടെ ബർത്ത്ഡേ ആണെന്ന് നീ വിഷ് ചെയ്തതെന്ന് ചോദിച്ചാല് പെട്ടെന്ന് ഹീറോയിൻ സാഡാകുന്നുണ്ട്. മുത്തശ്ശി, അമ്മ മരിച്ചുപോയി നിറയായി, നിങ്ങൾ എന്താ പറയുന്നതെന്ന് ചോദിച്ചാല് ഉടനെ മുത്തശ്ശിയും എന്ത്, നിന്റെ അമ്മ മരിച്ചു പോയെന്നോ? നീ എന്തൊക്കെയാ പറയുന്നേ കുട്ടിയെ? ദാദാ നിൽക്കുന്നില്ലേ, അതാണ് നിന്റെ അമ്മയെന്ന് നമ്മുടെ ഹീറോയെ ചൂണ്ടിക്കാട്ടുവാണ്. ഹീറോ എന്ത് ഞാനോ എന്ന് പറഞ്ഞ് ഷോക്ക് ആകുന്നുണ്ട്. മുത്തശ്ശിയെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി ഹീറോയിനും അതെ അത് തന്നെയാണ് എന്റെ അമ്മ എന്ന് പറയുവാണ്.
ആക്ച്വലി നമ്മുടെ ഹീറോയിന്റെ മുത്തശ്ശിക്ക് ചെറിയ മെന്റൽ പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് അവർ ഇടയ്ക്കിടയ്ക്ക് നടന്ന കാര്യങ്ങളും പഴയ കാര്യങ്ങളൊക്കെ മറന്നു പോകാറുണ്ട്. സോ അതേപോലെയാണ് ഇപ്പൊ എല്ലാം മറന്നു പോയിരിക്കുന്നത്. ഇതൊരു ഗ്യാപ്പ് ആയിട്ട് എടുത്ത് നമ്മുടെ ഹീറോയിൻ വേഗം തന്നെ മുത്തശ്ശിയെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിട്ടും മുത്തശ്ശി ഹീറോയിനോട്, ഇത് നോക്കുമോളെ, നിന്റെ അമ്മയുടെ കൂടെ നീ നിറയെ ടൈം സ്പെൻഡ് ചെയ്യണം, സ്നേഹത്തോടെ ഇരിക്കണം മോളെ എന്നൊക്കെ അഡ്വൈസ് കൊടുക്കുവാണ്. അവളും ശരി മുത്തശ്ശി എന്ന് തലയാട്ടുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഹീറോയ്ക്ക് മാത്രം ഒന്നും ഇപ്പോഴും മനസ്സിലായിട്ടില്ല. നമ്മളെ കാണാൻ എന്താ ഭ്രാന്തനായിട്ട് തോന്നുന്നുണ്ടോ എന്ന പോലെ അവൻ നോക്കി നിൽക്കുവാണ്. അങ്ങനെ രണ്ടുപേര് സംസാരിച്ചിട്ട് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോ ഹീറോ ടെൻഷനായി എന്താ അവിടെ നടക്കുന്നതെന്ന് ചോദിച്ച് അവളുടെ കയ്യിലേക്ക് ബലമായിട്ട് പിടിക്കുന്നുണ്ട്. ഇവൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുള്ള കാര്യം അവൻ അറിയില്ലല്ലോ, അവൻ അങ്ങനെയുള്ള കാര്യം ഇവൾക്ക് അറിയില്ല. സോ അടുത്തത് എന്താ, അവൾ അവനെ നോക്കി ഒന്ന് അടിച്ചതും ഹീറോയ്ക്ക് പിന്നെയും നെഞ്ചുവേന വന്ന് റൂഡായിട്ടിരുന്ന ഹീറോ പിന്നെയും സോഫ്റ്റ് ആയിട്ട് മാറുവാണ്. പറഞ്ഞ പോലെ തന്നെ ഹീറോയ്ക്ക് മൾട്ടി പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട്. പക്ഷെ നിറയെയില്ല, 2 എണ്ണം മാത്രം. ഒരു ഹീറോ വളരെ റൂഡായിരിക്കും, മറ്റേ ഹീറോ ഓപ്പോസിറ്റ് വളരെ സോഫ്റ്റ് ആയ ക്യാരക്ടർ ആയിരിക്കും. അതേസമയം ഒരു നേഴ്സ് അവിടേക്ക് വരുന്നുണ്ട്. ഇത് നോക്കൂ മാഡം, നിങ്ങൾ ഇതേവരെ ഹോസ്പിറ്റലിൽ യാതൊരു എമൗണ്ടും പേ ചെയ്തിട്ടില്ല. ഇങ്ങനെ തുടർന്നു പോയാല് ഞങ്ങൾക്ക് നിങ്ങളുടെ മുത്തശ്ശിയെ ചികിത്സിക്കാൻ പറ്റില്ലെന്ന് പറയുവാണ്. ഹീറോയിൻ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടെന്ന് അറിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമ്പോ അവിടെയുള്ളത് നമ്മുടെ സോഫ്റ്റ് ഹീറോ ആണല്ലോ. അവൻ വന്നിട്ട് പേടിക്കണ്ട, ആ പണം മുഴുവനും ഞാൻ കെട്ടിക്കോളാം എന്ന് പറഞ്ഞിട്ട് ബില്ലും പേ ചെയ്യുന്നുണ്ട്. കൺഫ്യൂസ്ഡ് ആയ ഹീറോയിൻ, എന്തിനാ നീ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ, നിനക്ക് തിരികെ തരാൻ എന്റെ കയ്യില് പണമില്ലല്ലോ എന്ന് പറഞ്ഞതും, അത് സാരമില്ല വിട്, നീ എനിക്ക് വേണ്ടി പെയിന്റ് ചെയ്യാൻ പോസ് ചെയ്ത് നിന്നാ മതി. സോ ഞാൻ അതിൽ നിന്ന് ശമ്പളത്തിൽ നിന്ന് നിന്റെ ക്യാഷ് പിടിച്ചോളാം എന്ന് പറയുവാണ്. ഹീറോയിനും ഇത് ഓക്കെ ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ മുത്തശ്ശിയുടെ കാര്യം അത്രയ്ക്ക് അർജന്റ് ആയതുകൊണ്ടും അവളും വേറെ ഒന്നും നോക്കിയില്ല, അവളും സമ്മതിക്കുവാണ്. കട്ട് ചെയ്താല് ഇപ്പോ നെക്സ്റ്റ് ഡേ ആയി. പക്ഷേ സോഫ്റ്റ് ഹീറോ ആയിരുന്ന നമ്മുടെ ഹീറോ ഉറങ്ങി എഴുന്നേറ്റതും പഴയ പോലെ റോഡ് ഹീറോ ആയിട്ട് മാറിയിരിക്കുവാണ്. ഉടനെ അവനും, അല്ല ഇന്നലെ എന്താ നടന്നത്, ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം എന്തായിരിക്കും നടന്നിരിക്കുന്ന അവൻ ചിന്തിക്കുവാണ്. അപ്പൊ അവന്റെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അതെന്താണെന്ന് നോക്കിയാല് നമ്മുടെ ഹീറോയുടെ ഉള്ളിലുള്ള ആ സോഫ്റ്റ് ഹീറോ ഉണ്ടല്ലോ, അവൻ എന്തെല്ലാമാണോ നടക്കുന്നത് അതെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഉടനെ ഹീറോ അതെടുത്ത് പ്ലേ ചെയ്യുമ്പോ ആ സോഫ്റ്റ് ഹീറോ തന്നെ പുറത്ത് വന്ന് സംസാരിക്കുന്ന പോലെ നമുക്ക് കാണിക്കുവാണ്. അപ്പോ സോഫ്റ്റ് ഹീറോ എന്താ പറയുന്നതെന്ന് നോക്കിയാല്, ഞാൻ നിന്റെ ഉള്ളിൽ തന്നെ ജീവിക്കുന്ന ഒരു പേഴ്സണാലിറ്റി തന്നെയാണ്. എനിക്ക് ഹീറോയിനെ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് അവളെ ഞാൻ എന്റെ ആക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അതിന് നീ വേണം എന്നെ ഹെൽപ്പ് ചെയ്യാനെന്ന് പറഞ്ഞതും റോഡ് ഹീറോ ഉടനെ ടെൻഷനായി, എന്ത് ഞാൻ ഹെൽപ്പ് ചെയ്യാനോ, അതും ആ താടകയെ നിനക്ക് ഇഷ്ടമാണ്, അവളെ സെറ്റ് ചെയ്യാൻ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യണം അല്ലേ, ഒരിക്കലും നടക്കില്ല, അത് ഞാൻ ചെയ്യേയില്ലെന്ന് പറഞ്ഞതും, ഓ അങ്ങനെയാണോ, ഇത് നോക്ക്, ഞാൻ പുറത്തു നിന്ന് വന്ന ഒരാളല്ല, ഞാൻ നിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരാളാണ്. നീ എന്നെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ എനിക്കും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഞാൻ നിന്റെ ശരീരത്തിലായിരിക്കുന്ന സമയത്ത് ഞാൻ തുണിയില്ലാതെ റോട്ടിൽ ചെന്ന് ഡാൻസ് കളിക്കും. പിന്നെ എല്ലാവരും നിന്നെ കുറിച്ച് എന്തായിരിക്കും പറയാൻ പോകുന്നതെന്ന് അറിയാലോ, നീ നാണം കേടും, എല്ലാവരും നിന്നെ കളിയാക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ തുടങ്ങുവാണ് സോഫ്റ്റ് ഹീറോ. ഇത് കേട്ട ഹീറോ ഉടനെ, ഡാ എന്തിനാടാ നീ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നേ, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിനക്ക് എന്താ കിട്ടുന്നേ, പ്ലീസ് എന്നെ മാനം കെടുത്തരുത്, നിനക്കിപ്പോ എന്താ വേണ്ടത്, നീ പറഞ്ഞോ എന്ന പോലെ ഹീറോയും പറയുവാണ്. ഉടനെ സോഫ്റ്റ് ഹീറോ, ഞാൻ പറയുന്നത് പോലെ ചെയ്യ്, എനിക്ക് കൂടുതലായിട്ടൊന്നും വേണ്ട, എനിക്ക് എന്റെ ഹീറോയിനെ മാത്രം മതി. സോ നീ അവളെ എന്നെ ലവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്താൽ മതി. തീർച്ചയായിട്ടും നിനക്കൊരു പ്രശ്നവും വരാതെ ഞാൻ നോക്കിക്കോളാം. അതേപോലെ ഞാൻ നിനക്കായിട്ട് യാതൊരു പ്രോബ്ലംസും തരില്ലെന്ന് പറയാണ്. നമ്മുടെ ഹീറോയ്ക്കും വേറെ വഴിയില്ലാതെ ശരിയെന്ന് പറഞ്ഞ് അവൻ സമ്മതിക്കുന്നുണ്ട്. അതേപോലെ ഇവിടെ നമ്മുടെ ഹീറോയിനും നടന്ന എല്ലാ കാര്യങ്ങളും അവളുടെ ഒരു ഫ്രണ്ട് ഒരുത്തി ഉണ്ടായിരുന്നല്ലോ, അവളോട് പറയുന്നുണ്ട്. ഉടനെ ആ ഫ്രണ്ടും, എടി എനിക്കെന്തോ അവന് നിന്നോട് ഇൻട്രസ്റ്റ് ഉള്ള പോലെയാണ് തോന്നുന്നതെന്ന് പറയുവാണ്. ഹീറോയിനും ഉടനെ, ഇല്ലടി അതിന് ചാൻസേ ഇല്ലെന്ന പോലെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട്. നമുക്കിന്ന് നൈറ്റ് ഒരു ഡേറ്റിന് പോയാലോ എന്ന് ഹീറോ മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ഇത് കാണുന്ന അവളുടെ ഫ്രണ്ടും, ഞാൻ പറഞ്ഞില്ലേ അവന് നിന്നോട് എന്തോ ഉണ്ട്, നീ ഓക്കെ പറയടി എന്ന് പറഞ്ഞ് അവൾ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. പക്ഷെ നമ്മുടെ ഹീറോയിന് എന്താ ഡൗട്ട് എന്ന് നോക്കിയാല്, ഇവൻ അങ്ങനെയൊന്നും അല്ലല്ലോ, ഇവൻ അങ്ങനെയൊന്നും ചോദിക്കാറില്ല, അവൻ ഭയങ്കര റൂഡായിട്ടുള്ള ക്യാരക്ടർ അല്ലേ എന്ന്. എന്നാലും എന്തെങ്കിലുമൊക്കെ ആകട്ടെ എന്ന് പറഞ്ഞിട്ട് അവളും ഡേറ്റിന് പോകുന്നുണ്ട്. ആക്ച്വലി ഇപ്പോൾ നമ്മുടെ ഹീറോയുടെ ബോഡിയിലുള്ളത് ആ റൂഡായിട്ടുള്ള ഹീറോ ആണല്ലോ. പക്ഷെ എങ്ങനെയെങ്കിലും ഹീറോയിനെ വളയ്ക്കാൻ വേണ്ടി അവൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയാല്, ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ കൂട്ടിക്കൊണ്ടുവന്ന് അവൾക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് വയലിനൊക്കെ വായിപ്പിച്ച് കേൾപ്പിച്ച് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് അവൻ അവളെ പ്രപ്പോസ് ചെയ്യുവാണ്. ഹീറോയിൻ ഇത് കണ്ട് ഷോക്കായിട്ട്, എന്ത്, നീ എന്നെ ലവ് ചെയ്യുന്നുണ്ടെന്നോ, ഇത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ, നമ്മൾ രണ്ടുപേരും 3 തവണയെ മീറ്റ് ചെയ്തിട്ടുള്ളൂ, അതിനുള്ളില് നിനക്ക് ലവ് വന്നോ, പിന്നെ മെയിൻ ആയിട്ട് നിന്നെ പോലെ ഒരു സൈക്കോയൊന്നും എന്നെ കൊണ്ട് ലവ് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ എഴുന്നേറ്റ് പോകുവാണ്. പക്ഷെ ഹീറോയ്ക്ക് എത്ര ദേഷ്യം വന്നാലും അവൻ അത് കൺട്രോൾ ചെയ്ത് വെക്കുവാണ്.
അത് അവന്റെയും കൂടി ആവശ്യമായി പോയല്ലോ. പിന്നെയും അവൻ ചുമ്മാതിരിക്കുന്നില്ല, അവൻ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. ഹീറോയിൻ എവിടെ കണ്ടാലും അവളെ മീറ്റ് ചെയ്ത് മുട്ടുകുത്തി നിന്ന് ബൊക്കെ കൊടുക്കുന്നു, ഗിഫ്റ്റ് കൊടുക്കുന്നു. അങ്ങനെ ഇതേപോലെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവൻ ചെയ്തു നോക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹീറോയിനാണ് അവനൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഒരു സ്റ്റേജിൽ മടുത്തു പോയി അവൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയാല് ഹീറോയിൻ അവളുടെ ഫ്രണ്ട്സുമായിട്ട് നടന്നു വരുമ്പോ അവളെ മൊത്തത്തില് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുവാണ്. എന്നിട്ട് കെട്ടിവെച്ച്, നിനക്ക് എന്താ ഇപ്പൊ പ്രശ്നം? നീ എനിക്ക് ഗേൾഫ്രണ്ട് ആയിട്ട് വരണം. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് നീ പറഞ്ഞാ മതി. നിനക്ക് പണം വേണോ? ഞാൻ അതും തരാമെന്ന് പറഞ്ഞതും ഹീറോയിൻ ഇത് കേട്ട് പുച്ഛത്തോടെ ചിരിച്ചിട്ട്, എന്ത് പണം തരാമെന്നോ? എത്ര പണം തരാമെന്ന് പറഞ്ഞാലും നിന്നെ പോലെ ഒരാളെ ആര് പ്രേമിക്കാനാടാ? നീ പോടെ പ്രാന്ത എന്ന് പറഞ്ഞിട്ട് അവനെ അപമാനിച്ചു വിട്ടിട്ട് അവൾ ഇറങ്ങി പോകാനായിട്ട് നിൽക്കുമ്പോ ഹീറോയിനെ അവളുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഉള്ളപ്പോഴാണല്ലോ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വന്നത്. സോ ഹീറോയിന് ആപത്തിലാണെന്ന് മനസ്സിലാക്കി അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജുന്നും ഫ്രണ്ടും കൂടി വന്നിരിക്കുവാണ്. ഞാൻ കതവ് തുറന്ന് അവളെ രക്ഷിക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവൻ ചവിട്ടി തുറക്കാനായിട്ട് നിൽക്കുമ്പോ അപ്പോഴാണ് കറക്റ്റ് ആയിട്ട് നമ്മുടെ ഹീറോയിൻ വന്ന് കതക് തുറക്കുന്നത്. നേരെ ബ്രേക്ക് കിട്ടാതെ ഓടിച്ചെന്ന് തലയടിച്ച് അവൻ ബോധം കെട്ട് വീഴുവാണ്. ഇപ്പോ കട്ട് ചെയ്താല് ഹീറോ അത് വീട്ടിലേക്ക് വന്നതിന് ശേഷം സോഫ്റ്റ് ആയിട്ടുള്ള ഹീറോയില്ലേ, ആ റൂഡായിട്ടുള്ള ഹീറോയോട് വന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോ അവൻ എന്താ പറയുന്നതെന്ന് നോക്കിയാല്, ഇത് നോക്ക്, നിന്നെ കൊണ്ടൊന്നും അവളെ വളയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ എങ്ങനെയെങ്കിലും എന്നെ നിന്റെ ശരീരത്തിലേക്ക് വരുത്തണം. ഹീറോയിൻ നിന്നെ ടച്ച് ചെയ്താല് ഞാൻ നിന്റെ ശരീരത്തിലേക്ക് വരുന്നില്ലേ? സോ എങ്ങനെയെങ്കിലും എന്നെ നിന്റെ ബോഡിയിലേക്ക് കൊണ്ടുപോവാ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ നോക്കിക്കോളാം. നിന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞതും ഇത് കേട്ട ഹീറോയ്ക്കും ആശ്വാസമാകുന്നുണ്ട്. ഷോ, എങ്ങനെയെങ്കിലും ഈ തൊല്ലയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാലോ എന്ന് പറഞ്ഞിട്ട് അവനും സമ്മതിക്കുവാണ്. ഇതോടെയാണ് ഈ പാർട്ട് ഇവിടെ കഴിയുന്നത്. ഈ പാർട്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതിന്റെ മറ്റൊരു പാർട്ടുമായിട്ട് ഞാൻ നാളെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ മിസ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ചെറിയ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്ത് പറയാനായിട്ട് മറക്കരുത്. അപ്പോൾ മറ്റൊരു പാർട്ടുമായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.